നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൊല്ലവർഷം 1200 ആണ്ട് മിഥുനമാസം 9 തീയതി, അതായത് ശകവർഷപ്രകാരം 1947 ആഷാഢമാസം 2 തീയതി തിങ്കളാഴ്ചയും കാർത്തിക നക്ഷത്രവും കൃഷ്ണപക്ഷ ത്രയോദശി, അതായത് പ്രദോഷം വരുന്ന ദിവസം ആനക്കരണത്തിൽ ധൃതി നിത്യയോഗത്തിൽ ഉത്തരായനകാലം ഗ്രീഷ്മ ഋതുവിൽ 23/6/2025 സൂര്യോദയം വരുന്നത് 6:10 AM-നും സൂര്യ അസ്തമനം വരുന്നത് 6:45 PM-നും രാഹുകാലം 7:44 AM മുതൽ 9:18 AM വരെയും ഗുളികകാലം 2:01 PM മുതൽ 3:36 PM വരെയും യമകണ്ഠകാലം 10:52 AM മുതൽ 12:27 PM വരെയുമാണ്. അഭിജിത്ത് മുഹൂർത്തം 12:03 PM മുതൽ 12:25 PM വരെയും 12:29 PM മുതൽ 12:51 PM വരെയും തുടരുന്നു. ചന്ദ്രാഷ്ടമം തുലാം കൂറുകാർക്ക്. ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ഉദയം വന്നിരിക്കുന്നത് മിഥുനൻ രാശിയിൽ, സൂര്യനും മിഥുനൻ രാശിയിൽ, ഗുരുവും മിഥുനൻ രാശിയിൽ. ബുധന് രാശിമാറ്റം സംഭവിച്ചിരിക്കുന്നു. ബുധൻ മിഥുനൻ രാശിയിൽ നിന്നും തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ നിന്നും കർക്കിടകൻ രാശിയിലേക്ക് മാറിയിരിക്കുന്നു. ബുധന്റെ രാശിമാറ്റം 27 നക്ഷത്രക്കാർക്കും അനുകൂല ഫലങ്ങൾ നൽകട്ടെ. ചൊവ്വയും കേതുവും ചിങ്ങൻ രാശിയിലും, ചന്ദ്രൻ ഇടവൻ രാശി സ്വക്ഷേത്ര ചന്ദ്രന്റെ ഉച്ചസ്ഥാനമായ ഇടവൻ രാശിയിലും, ശുക്രൻ മേടൻ രാശിയിലും, മന്ദൻ മീനത്തിലും, സർപ്പി കുംഭൻ രാശിയിലും, ഗുളികോദയം വന്നിരിക്കുന്നത് തുലാരാശിയിലുമാണ്. ഗ്രഹസ്ഥിതി ഒന്നുകൂടി പറയുന്നു. സൂര്യനും ഉദയവും ഗുരുവും മിഥുനൻ രാശിയിൽ, ബുധൻ കർക്കിടകൻ രാശിയിൽ, ചൊവ്വയും കേതുവും ചിങ്ങൻ രാശിയിൽ, ചന്ദ്രൻ ഇടവൻ രാശിയിൽ, ശുക്രൻ മേടൻ രാശിയിൽ, മന്ദൻ മീനൻ രാശിയിൽ, സർപ്പി കുംഭൻ രാശിയിൽ, ഗുളികോദയം തുലാരാശിയിൽ. ഈ ഗ്രഹസ്ഥിതി പ്രകാരം ത്രയോദശിയും കൂടിയായ ഈ ദിവസം, അതായത് പ്രദോഷം വരുന്ന ഈ ദിവസം 27 നക്ഷത്രക്കാർക്കും എന്തൊക്കെ ഗുണഫലങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്കൊന്ന് നോക്കാം. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലമായി അലട്ടിയിരുന്ന രോഗം മാറും, കലഹങ്ങൾ ഒഴിയും, സുഹൃത്തുക്കളിൽ നിന്നും പ്രതീക്ഷിച്ച സഹായ സഹകരണങ്ങൾ ലഭിക്കും, കടബാധ്യതകൾ തീരും, സ്ഥലം മാറ്റങ്ങൾക്ക് ശ്രമിച്ചാൽ നടക്കും, കർമ്മരംഗത്ത് നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്, ഉത്തരവാദിത്തങ്ങളിൽ കൃത്യത പുലർത്തും, കർമ്മമേഖല മെച്ചപ്പെടുത്തും, വീടിൻ്റെ കേടുപാടുകൾ തീർക്കും, ജനങ്ങളെ സഹായിക്കുവാനുള്ള ഒരു മനസ്സ് ഉണ്ടാകും. അത് കൂടെയുള്ളവരെ ആയാലും സഹപ്രവർത്തകരെ ആയാലും സഹായിക്കുവാനും അവരെ സ്വാധീനിച്ച് കാര്യസാധ്യം നേടിയെടുക്കുവാനും ഒരു ശ്രമം നടത്തും. രാശിനാഥനായ സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദുർഗാദേവിയെ കൂടി പ്രാർത്ഥിക്കുന്നത് തിങ്കളാഴ്ച ആയതുകൊണ്ട് എല്ലാവിധ ഐശ്വര്യവും നൽകുന്നതാണ്. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബ സ്വത്ത് ഭാഗം വെച്ച് കിട്ടും, സന്താനങ്ങളുടെ കാര്യത്തിൽ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാനാവും, ബന്ധുപത്രാദികളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കും, കർമ്മരംഗത്ത് പുതിയ ആശയങ്ങൾ നടപ്പിലാക്കും, പുതിയ പഠന സാഹചര്യങ്ങൾ വന്നു ചേരും, തൊഴിൽ രംഗത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കും, മാനസിക സംഘർഷങ്ങൾ ഒഴിയും, അധികാരികളുടെ പ്രീതി നേടും. രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദുർഗാദേവിയെ കൂടെ പ്രാർത്ഥിക്കുന്നത്, അതുപോലെ ഉമാമഹേശ്വരന്മാരെ പ്രാർത്ഥിക്കുന്നതും എല്ലാവിധ മംഗളങ്ങളും നൽകും. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്ത് പുതിയ ആശയങ്ങൾ നടപ്പിലാക്കും, ബന്ധുമിത്രാദികളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കും, തൊഴിൽ രംഗത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കും, മാനസിക സംഘർഷങ്ങൾ ഒഴിവാക്കും, അധികാരികളുടെ പ്രീതി നേടും, കർമ്മപരമായി അത്യധികം പ്രയോജനകരമായ കാലമാണ്, ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കും, വാഹനങ്ങളുടെ ക്രയവിക്രയങ്ങൾ സാധ്യമാകും.
രാശിനാഥനായ ശ്രീരാമസ്വാമിയെയും ശ്രീകൃഷ്ണസ്വാമിയെയും പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദുർഗാദേവിയെ കൂടി പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിവാഹ തടസ്സങ്ങൾ മാറും. അന്യദേശവാസത്തിന് ശ്രമിച്ചാൽ നടക്കും. സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കും. വാഹനങ്ങളുടെ ക്രയവിക്രയങ്ങൾ സാധ്യമാവും. തൊഴിൽ മാറ്റത്തിന് ശ്രമിച്ചാൽ നടക്കും. എടുത്തുചാട്ടം അല്പം നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. പ്രതീക്ഷിച്ച സഹായ സഹകരണങ്ങൾ സുഹൃത്തുക്കളിൽ നിന്നും ലഭിക്കുവാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നതാണ്. സ്ഥലം മാറ്റങ്ങൾക്ക് ശ്രമിച്ചാലും നടക്കും. കടബാധ്യതകളൊക്കെ തീർത്ത് സ്വസ്ഥമായൊരു കുടുംബജീവിതം ആഗ്രഹിക്കുന്നവർ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം വരാഹിയമ്മയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലമായി അലട്ടിയിരുന്ന രോഗങ്ങൾ കുറഞ്ഞു തുടങ്ങും. കലഹങ്ങൾ ഒഴിയും. സുഹൃത്തുക്കളിൽ നിന്ന് പ്രതീക്ഷിച്ച സഹായ സഹകരണങ്ങൾ ലഭിക്കും. സ്ഥലം മാറ്റത്തിന് ശ്രമിച്ചാൽ വിജയിക്കും. കർമ്മരംഗത്തെ നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. ഉത്തരവാദിത്തങ്ങളിൽ കൃത്യത പുലർത്തും. കർമ്മമേഖല വിപുലപ്പെടുത്തും. വീടിൻ്റെ കേടുപാടുകൾ തീർക്കും. മറ്റുള്ളവരെ സ്വാധീനിച്ച് പെട്ടെന്ന് കാര്യങ്ങൾ സാധിച്ചെടുക്കുവാനുള്ളൊരു കഴിവ് പ്രകടമാകും. രാശിനാഥനായ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ശിവഭഗവാനെ കൂടി പ്രാർത്ഥിക്കുന്നത് ശുഭമായിരിക്കും. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം മെച്ചപ്പെടും. ബന്ധുമിത്രാദികളുമായുള്ള തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെടും. ഗൃഹനിർമ്മാണത്തിന് പറ്റിയ സമയമാണ്. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. കേസുകളും തർക്കങ്ങളും അനുകൂലമാവും. അശുഭ ചിന്തകൾ ഒഴിയും. ഉത്തരവാദിത്തങ്ങളിൽ കൃത്യത പുലർത്തും. രാശിനാഥയായ മൂകാംബിക ദേവിയോടൊപ്പം ദുർഗാദേവി കൂടെ പ്രാർത്ഥിക്കുന്നത് ശുഭമായിരിക്കും. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിത സംഭവങ്ങളിലൂടെ സന്തോഷം ഉണ്ടാകും. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കും. സൽക്കർമ്മങ്ങളിൽ മുന്നിൽ നിൽക്കും. ശാരീരിക പ്രയാസങ്ങൾ കുറയും. തൊഴിൽ രംഗത്ത് പുതിയ മാറ്റങ്ങൾ വന്നു ചേരും. പ്രവാസികളിൽ നിന്ന് ശുഭവാർത്തകൾ കേൾക്കും. സമ്മർദ്ദങ്ങൾ കുറയും. പൊതുപ്രവർത്തകർ ശ്രദ്ധിക്കപ്പെടും. എടുത്തുചാട്ടവും സാഹസികതയും കുറയ്ക്കണം. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഗണപതി ഭഗവാനെ കൂടി പ്രാർത്ഥിച്ച് ദുർഗാദേവിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിവുകൾ അംഗീകരിക്കപ്പെടും. പഠനകാര്യത്തിലുള്ള തടസ്സങ്ങൾ നീങ്ങും. വലിയ പദവികൾ തേടി വരും. വ്യാധികൾ ഒഴിയും. പൊതുവെ എല്ലാ കാര്യങ്ങളും ശുഭകരമാകും. കർമ്മരംഗത്ത് ഉയർന്ന പദവികൾ നേടും. ചെലവുകൾ നിയന്ത്രിക്കും. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. സന്താനങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ഒഴിയും. എല്ലാം ശുഭമായി തീരുന്നതിന് രാശിനാഥയായ ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദുർഗാദേവിയെ കൂടെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വേണ്ടപ്പെട്ടവരുമായുള്ള തർക്കങ്ങൾ പരിഹരിക്കും. വീട് പണി തുടങ്ങാനുള്ള സാഹചര്യങ്ങൾ ഒത്തുവരും. ആഗ്രഹിച്ച സ്ഥലങ്ങൾ സന്ദർശിക്കാൻ കഴിയും. സാമ്പത്തിക പ്രയാസങ്ങൾ മാറിക്കിട്ടും. ശത്രുക്കളിൽ നിന്നും വിജയം നേടും. പങ്കാളിയുമായുള്ള അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കും. വീട്ടിൽ ശുഭകാര്യങ്ങൾ നടക്കും. മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദുർഗാദേവിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്. മകരൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗിക രംഗത്ത് അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കും. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ കർമ്മ പദ്ധതികളിൽ എഗ്രിമെൻ്റ് വയ്ക്കേണ്ടതായി വരും. അല്ലെങ്കിൽ കൂടുതൽ പ്രോജക്റ്റുകൾ സൈൻ ചെയ്യേണ്ടതായി വരും. അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കുന്നതോടൊപ്പം കർമ്മ നിരതരായിരിക്കേണ്ട ഒരാവശ്യം കൂടി വന്നു ചേരുന്നതാണ്. ആരോഗ്യം മെച്ചപ്പെടും. ബന്ധുമിത്രാദികളുമായുള്ള തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കുവാൻ ശ്രമിക്കും. ഗൃഹനിർമ്മാണത്തിന് അനുകൂല സമയമാണ്. രാശിനാഥനായ വിഷ്ണുമായ സ്വാമി, ചത്തൻ സ്വാമി, അതുപോലെ തന്നെ ആഞ്ജനേയ സ്വാമി, ശ്രീരാമസ്വാമി ഇവരെയൊക്കെ പ്രാർത്ഥിക്കുന്നത് മൂലം കഷ്ടതകൾ ഒഴിഞ്ഞു മാറുകയും ദുർഗാദേവിയുടെ അനുഗ്രഹം ഉണ്ടാവുകയും ചെയ്യും. ദുർഗാദേവിയെ കൂടെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക പ്രയാസങ്ങൾ മാറും. ശത്രുക്കളിൽ നിന്നും വിജയം നേടും. പങ്കാളിയുമായുള്ള അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കും.
കുടുംബ സ്വത്ത് ഭാഗം വെച്ച് കിട്ടും. കുട്ടികളുടെ കാര്യങ്ങളിൽ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുക. അവരുടെ വിവാഹ കാര്യത്തിലും അതുപോലെ വിദ്യാഭ്യാസ കാര്യങ്ങളിലുമൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നത് ഒരു പറഞ്ഞ് സമവായത്തിൽ എത്തിച്ചേരുകയും ഉചിതമായ തീരുമാനങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. കർമ്മരംഗത്ത് പുതിയ ആശയങ്ങൾ നടപ്പിലാക്കുവാൻ പദ്ധതി തയ്യാറാക്കും. പുതിയ പഠന സാഹചര്യങ്ങൾ നല്ലവണ്ണം വിശകലനം ചെയ്ത് അതിനുള്ളിലേക്ക് ഇറങ്ങുവാൻ തയ്യാറാകും. അധികാരികളുടെ പ്രീതി നേടും. കർമ്മപരമായി അത്യധികം പ്രയോജനകരമായ കാലമാണ്. വിഷ്ണുമായ സ്വാമി, ചാത്തൻ സ്വാമി, ആഞ്ജനേയ സ്വാമി, ധർമ്മശാസ്ത്രവരെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദുർഗാദേവിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്. തിങ്കളാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ ശിവങ്കൽ പിൻവിളക്കിൽ എണ്ണ കൊടുക്കുന്നത് എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകുന്നതിന് സഹായകമാകും. മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കും. പുതിയ സ്ഥാനങ്ങൾ വഹിക്കും. ശത്രുക്കളുടെ ശല്യം കുറയും. വീട്ടുകാരിൽ നിന്ന് സന്തോഷാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ശാരീരിക വിഷമതകൾ നീങ്ങും. ദാമ്പത്യ ജീവിതത്തിലെ അസ്വാരസ്യങ്ങൾ ഇല്ലാതാവും. സന്താനങ്ങളുടെ കാര്യത്തിൽ സന്തോഷമുണ്ടാവും. സാമ്പത്തിക തടസ്സങ്ങൾ പരിഹരിക്കപ്പെടും. പുതിയ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കും. ബിസിനസ്സുകളിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കും. കുടുംബ സ്വത്ത് ഭാഗം വെച്ച് കിട്ടുന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാവും. മാനസിക സംഘർഷങ്ങൾ ഒഴിഞ്ഞ് സമാധാനപരമായ ഒരു അന്തരീക്ഷം വന്നു തീരുന്നതിന് രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദുർഗാദേവിയെ കൂടെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭമായി പര്യവസാനിക്കുന്നതാണ്. 27 നക്ഷത്രക്കാർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഓം ദും ദുർഗായേ നമ. ഓം ദും ദുർഗായേ നമ. ഓം ദും ദുർഗായേ നമ. ദുർഗാദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. തിങ്കളാഴ്ച ആവാത്തവർ, വിവാഹത്തിന് ശ്രമിക്കുന്നവർ, വിവാഹ ജീവിതത്തിലെത്തിയവർ അവരെല്ലാം ശിവപാർവതി ക്ഷേത്രത്തിലോ ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലോ ദർശനം നടത്തി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്.